വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പോളിഗൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ നമ്മൾ ഓരോ പാർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ ഇനി നമ്മൾ പഠിക്കാനുള്ളത് റെഗുലർ പോളിഗൺ അല്ലേ. അതെന്ന് വെച്ചാൽ ബഹുഭുജങ്ങൾ, സമമായിട്ടുള്ള ബഹുഭുജങ്ങൾ. എന്താണ് ഈ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്കെല്ലാം ഒരേ നീളമാണെങ്കിൽ അതിൻ്റെ കോണുകൾക്കും ഒരേ വലിപ്പമാണ്. നമ്മളത് കുറേ പഠിച്ചതാണ് അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്കെല്ലാം ഒരേ നീളമാണെങ്കിൽ അതിൻ്റെ കോണുകൾക്കും ഒരേ വലിപ്പമാണ്. ഇഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഓഫ് ദ സെയിം ലെങ്ത് ദെൻ ദ സൈസ് ഓഫ് ആംഗിൾ ആർ ആൾസോ സെയിം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇവിടെ റഫായിട്ട് ഒരെണ്ണം വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയേ, 3 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ വരയ്ക്കുക കണ്ടോ. ഇത് 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 3 വശങ്ങളുള്ളത് 3ഉം ഒരേ അളവാണ്. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പോൾ ഇവിടുത്തെ അകത്തെ അളവുകളും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ, ഇപ്പം സൈഡുകൾ ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ അകത്തെ മീൻസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60, ഇവിടെ 60 കേട്ടോ. മനസ്സിലായോ? എങ്കിൽ അത് 3 കൂട്ടുമ്പോൾ എന്തോ വരണം? 180 വരണേ. അത് ഓർത്തോണേ. ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ, റെഗുലർ പോളിഗൺ എന്നാൽ എന്താണ്? റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ്? വശങ്ങൾക്കെല്ലാം ഒരേ നീളവും കോണുകൾക്കെല്ലാം ഒരേ വലിപ്പവുമായ ബഹുഭുജങ്ങളെയാണ് നമ്മൾ സമബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. എ പോളിഗൺ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ഈക്വൽ ആൻഡ് സൈഡ്സ് ഓഫ് എനി ഈക്വൽസ് ആർ കാൾഡ് റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോക്കിക്കേ, ഞാൻ ഇപ്പോൾ ട്രയാങ്കിൾ അല്ല കുഞ്ഞുങ്ങൾ, അതാണ് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ, 4 വശവും ഒരുപോലെയാണ്. ഇതിപ്പം ഞാൻ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും, ഇവിടെയും 5 ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അതിനെ റെഗുലർ നിങ്ങൾ എപ്പോൾ കേട്ടോ എന്ന് വെച്ചാൽ എല്ലാ വശവും ഒരുപോലെയുള്ളത്. അതിപ്പോൾ പെൻറ്റഗൺ ആയാലും എന്ന് വെച്ചാൽ എന്താ, പഞ്ചഭുജമായാലും ഹെക്സഗൺ അല്ലേ, 6 വശങ്ങളുള്ള, നമ്മൾ ആദ്യത്തെ ഇതിൽ അതെല്ലാം പറഞ്ഞതാണ്. അങ്ങനെ എത്ര വശങ്ങളുണ്ടോ മനസ്സിലാക്കി പോണേ, അതിനെ എല്ലാം ഒരേപോലെ വരുന്നത് കൊണ്ടാണ് അതിനെ റെഗുലർ അല്ലേ, സമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഇതൊരു എല്ലാം ഒരുപോലെ വന്നാൽ എന്താ, 4 വശങ്ങളുണ്ട്, എല്ലാ വശങ്ങളും ഒരുപോലെ വന്നാൽ അത് സ്ക്വയറാണ് അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 90 ആയിരിക്കും അല്ലേ. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 90 ആയിരിക്കും. ഇവിടെയോ 90, ഇവിടെയും 90 അല്ലേ. നോക്കിയേ, 4 വശം എന്ന് വെച്ചാൽ അകത്ത് അത്ര 360 വരും അല്ലേ. 4 വശം ഒരു ക്വാഡ്രിലേറ്ററിനെ നമ്മൾ പഠിച്ചതാ അല്ലേ. ഇൻറ്റീരിയർ ആംഗിൾ 360 മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇത് ട്രയാങ്കിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? വശങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ അകത്തെ ഇന്നർ ആംഗിളും എന്താ ഒരുപോലെ ആയിരിക്കും. നോക്കിയേ, വശങ്ങളെല്ലാം ഒരുപോലെയാണ്, അപ്പോൾ അതിൻ്റെ അകത്തെ എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ പിടികിട്ടിയോ? അങ്ങനെ ആണെങ്കിൽ നോക്കിയേ, ഇനി നമ്മൾ ഇക്വേഷൻ വെച്ച് കണക്ക് ചെയ്യുന്ന, അതായത് റെഗുലർ പോളിഗൺ ഓഫ് എൻ സൈഡ്. നമ്മളിപ്പോൾ ഈ എൻ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണെന്നറിയോ? ഇപ്പം ഞാൻ പറയാം 5 സൈഡുള്ള ഒരു റെഗുലർ പോളിഗണ്, അല്ലെ ഞാൻ പറയാം 10 സൈഡുള്ള 10 വശങ്ങളുള്ള സൈഡ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? വശങ്ങൾ കേട്ടോ ഉള്ള. ഇങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ എത്രയെങ്കിലും ഒക്കെ എണ്ണങ്ങൾ തരും. മനസ്സിലായോ? ആ എണ്ണങ്ങൾ എത്രയാ എന്ന് തരുന്നത്, എത്ര എണ്ണം എന്ന് കാണിക്കുന്നതിന് നമ്മൾ എൻ എന്ന പേര് കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻ എ റെഗുലർ പോളിഗൺ ഓഫ് എൻ സൈഡ്, എൻ വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ ഓരോ ഈച്ച് ഇന്നർ ആംഗിളും ഈച്ച് ഔട്ടർ ആംഗിളും ഈ ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഇന്നർ ആംഗിൾ കാണാൻ നമ്മൾ എന്തോ ചെയ്യണം, ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്തോ ചെയ്യണം. നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ പഠിക്കുന്നത് റെഗുലർ പോളിഗണിനെ കുറിച്ചാണ്. അതിനകത്തിലെ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പേ എന്താണെന്ന് പറഞ്ഞിട്ട് എക്സർസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് പറഞ്ഞത്. നമ്മളൊരു റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം തരികയാണെങ്കിൽ അതിൻ്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇന്നർ ആംഗിൾ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുമ്പോഴേ നമ്മൾ നേരത്തെ പഠിച്ച ഏതാ, n-1 അല്ല n-2 ഇൻറ്റു 180 നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ ഇല്ലേ. നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ട് കണ്ടാൽ അറിയാം. ഇത് നമ്മൾ പഠിച്ചതാ. ഏതാ? ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് നമ്മുടെ ഇത് അല്ലേ. ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ 360 ആണ്. ഔട്ടർ ആംഗിൾ ഏതൊരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര? 360 ആണെന്ന് നമ്മൾ പഠിച്ചതാ. ഇനി നമ്മുടെ ചോദ്യം റെഗുലർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ കിടപ്പുണ്ട് അല്ലേ. റെഗുലർ പോളിഗൺ ആണെങ്കിലോ അല്ലെ റെഗുലർ പോളിഗണിൻ്റെ ഇന്നർ ആംഗിളോ ഔട്ടർ ആംഗിളോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ച് വേണം കണക്ക് ചെയ്യാൻ. ഏതാണെന്നറിയോ? n-2
/180/n. ഈ n-2ൻ്റെ അടിയിൽ ഒരു n കൂടെ കൊടുക്കണം. അതുപോലെ ഔട്ടർ ആംഗിൾ ആണെങ്കിലോ ഈ 360ൻ്റെ അടിയിൽ ഒരു n കൂടെ കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? പോളിഗണിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് n-2 × 180 ആണ് അല്ലേ? എത്ര സൈഡ് ഉണ്ടോ അതിനാണ് n എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ചെയ്തവർക്ക് അതെല്ലാം അറിയാവുന്ന എൻ്റെ വിശ്വാസം കേട്ടോ. ഇല്ലെങ്കിൽ പാർട്ടായിട്ട് കണ്ട് വേണം പഠിക്കാൻ കേട്ടോ. അപ്പോൾ ചാടി കയറി 5ാമത്തെ പാർട്ട് 6ാമത്തെ പാർട്ട് കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ പോളിഗണിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചത്. ഇപ്പം നമ്മളോട് റെഗുലറാണ് അല്ലേ? സമമായിട്ടുള്ളത് ചെയ്യുമ്പം നമ്മൾ n ഇടണം. അത് ഔട്ടർ ആണെങ്കിൽ n കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടികിട്ടും. നോക്കിയേ, 4 സൈഡ് അല്ലെ 4 വശങ്ങളുള്ള ഒരു റെഗുലർ പോളിഗൺ. നമ്മുടെ ചോദ്യം റെഗുലർ ആണോ സാധാ പോളിഗൺ ആണോ എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. റെഗുലർ ആകുമ്പോൾ അവിടെ എന്ത് വരും? സാധാ പോളിഗൺ ആണെങ്കിൽ n-2 × 180 ആണേ കേട്ടോ. ഇനി നമ്മുടെ റെഗുലർ പോളിഗൺ ആകുമ്പോൾ ഏത് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യമേ ഏത് ഇക്വേഷൻ പഠിക്കണം? n-2 × 180 കേട്ടോ. 180 ഇത് നമുക്കറിയാം അല്ലേ? അതിൻ്റെ റെഗുലർ ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? നമുക്ക് എത്ര എണ്ണമാണോ തന്നിരിക്കുന്നത് അതായിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 4 സൈഡ് ആയതുകൊണ്ട് ഇവിടെ 4. ഇനി ഇവിടെ നമ്മൾ 8 സൈഡ് ആയിരുന്നെങ്കിൽ ഇവിടെ 8. 10 സൈഡ് ഉള്ളതാണെങ്കിൽ ഇവിടെ 10. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇവിടെ n എന്ന് വെച്ചാൽ എത്ര? നമ്മളിപ്പോൾ പറഞ്ഞു n സൈഡ് എന്ന് വെച്ചാൽ 4 ആണ് അല്ലേ? 4 - 2 അല്ലേ × 180/4. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? കുറച്ചൊക്കെ പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? അപ്പം 4 - 2 എത്രയാണ്? 2 അല്ലേ? 2 × 180/4 അല്ലേ? 360 അപ്പം നമുക്ക് വരുന്നത് അല്ലേ? 180 × 2 360 അല്ലേ? 360/4 എത്ര വരും? 90. അപ്പോൾ ഒരു ആംഗിൾ എത്ര വന്ന് നമുക്ക്? 1 ആംഗിൾ = ഒരു ആംഗിൾ 90 ഈ 4 എവിടെ നിന്ന് വന്നെന്ന് സംശയമുണ്ടോ? എന്നിട്ട് ഈ 4 സൈഡാണ് കുഞ്ഞുങ്ങളെ ഈ 4 എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ 5 ആണെങ്കിൽ എന്താ? നിങ്ങളോട് 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5 അത്രയേ ഉള്ളൂ. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. നമുക്ക് എക്സസൈസ് ചെയ്യാം. ഒന്നാമത്തെ നോക്കണേ. ഒന്നാമത്തെ എക്സസൈസ് പേജ് നമ്പർ 77 ഒന്നാമത്തെ എക്സസൈസാണ്. നോക്കണേ കുഞ്ഞുങ്ങളെ, വശങ്ങൾക്കെല്ലാം ഒരേ നീളം. നോക്കണേ, വശങ്ങളെല്ലാം ഒരേ നീളമായിരിക്കണം. ഒരേ വലിപ്പമല്ലാത്ത എന്ത് വേണം? ആംഗിളുകൾ ഒരേ വലിപ്പം ആവണം. ആംഗിൾ എന്താ? കോണുകൾ. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. വശങ്ങൾക്കെല്ലാം ഒരേ നീളം. ഈ വശം എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാമല്ലോ? ദാണ്ട് ഇങ്ങനെ ഈ വരയ്ക്ക് ഈ വശം അല്ലേ? അതെല്ലാം ഒരേപോലെ ആയിരിക്കണം. വശങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കണം. പക്ഷേ ആംഗിൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അല്ലേ? ആംഗിളുകൾ വ്യത്യസ്ത ആംഗിളും വേണം. ചോദ്യം നല്ലതുപോലെ അറിയണം. വശങ്ങളെല്ലാം ഒരുപോലെ. ഇപ്പം നമ്മൾ 4 സെൻറ്റിമീറ്റർ ആയി എടുക്കുന്നതെങ്കിൽ ഇവിടെയും 4 ആയിരിക്കണം. എന്താ വരയ്ക്കാനാണ് പറഞ്ഞത്? ഷഡ്ഭുജം അല്ലേ? ഷഡ്ഭുജം എന്ന് വെച്ചാൽ എന്താ? ഹെക്സഗൺ വരയ്ക്കണം. മനസ്സിലാക്കണേ, എന്തോ വരയ്ക്കണം? ഹെക്സഗൺ ആണ് വരയ്ക്കേണ്ടത്. ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 വശങ്ങളുള്ള 1 2 3 4 5 6 വശമുള്ള ഒരു ഹെക്സഗൺ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം. ഇത് ഇത്രയും ചോദ്യമാണ് കേട്ടോ. 6 വശങ്ങളുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് ഇതിൻ്റെ അവർ പറഞ്ഞ ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വശം മീൻസ് സൈഡെല്ലാം ഒരുപോലെ ആയിരിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. നമുക്കിഷ്ടമുള്ള ഒരുപോലെ. ഇപ്പം 4 നമ്മൾ എടുക്കുന്നെങ്കിൽ ഇവിടെയും 4 ആയിരിക്കണം, ഇവിടെയും 4 ആയിരിക്കണം, ഇവിടെ എല്ലാം 4 ആയിരിക്കണം. പക്ഷേ ഡിഫറൻറ്റ് ആംഗിളുകൾ ഡിഫറൻ്റ് ആകാവുന്ന. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെന്നറിയോ? ഹെക്സഗണിൻ്റെ ഇപ്പോൾ എത്ര വശമാണോ, ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. എത്ര വശമാണോ അത് വെച്ച് നമ്മുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചാൽ എന്താ? പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെ? n-2 × 180. n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു ഷഡ്ഭുജ അല്ലെങ്കിൽ ഹെക്സഗൺ ആണ്. ഹെക്സഗണിന് എത്ര? 6 ആണ്. 6 - 2 × 180. 6ൽ നിന്ന് 2 പോയാൽ 4. 4 × 180 720 ആണ്. ആ 720/6 വന്നേന്നും ഇപ്പം നമ്മൾ ചെയ്തതേ ഉള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ രീതിയാണ് ഞാൻ എത്ര നോക്കിയേ. ആദ്യമേ നമ്മൾ ഈ ഇക്വേഷനിൽ ചെയ്യുക.
കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 -2 അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും കൂടെ കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് 6 വശങ്ങളുള്ള അല്ലേ ചെയ്യാൻ പറഞ്ഞത്. ഷഡ്ഭുജം ആണേ കുഞ്ഞുങ്ങളെ, മലയാളം മീഡിയക്കാർക്ക് ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ 6 വശമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ n - 2 × 180 അല്ലേ. n എത്ര 6, ഹെക്സഗൺ ആയതുകൊണ്ട് 6 - 2 × 180 അല്ലേ. അപ്പം 4 × 180 720. ഇനി നമുക്ക് അതിൻ്റെ ഒരു വശമാ കാണണം എന്നുണ്ടെങ്കിൽ 720/6, കാരണം ഒരെണ്ണമാണ് നമുക്ക് കാണേണ്ടത്. 720/6 എത്ര 8 6 6 36 7 6 42 അല്ലല്ല 1 6 6 12 2 6 12 ഈ ഒരു 0 മേപ്പോട്ട് 120. അപ്പം നമുക്ക് എന്താ ഒരു വശം എന്ന് പറയുന്നത് 120 കിട്ടി. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഒരു വശം നമുക്ക് എത്ര കിട്ടി 120 കിട്ടി അല്ലേ. 120 കിട്ടി. അപ്പം നമുക്കിനി എന്താ ഇത് അകത്തെ ആംഗിളുകളെല്ലാം വ്യത്യസ്തമാവണം. ഒരുപോലെ വശങ്ങൾ മാത്രമേ ആകാവൂ, അകത്തെ ആംഗിളുകൾ വ്യത്യസ്തമാകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഒരു 110 കൊടുത്തു, ഇവിടെ ഒരു 130 കൊടുത്തു കേട്ടോ. ഡിഫറൻറ്റ് എന്താ കൊടുത്തു, ഒരുപോലെ കൊടുക്കണ്ട, വ്യത്യസ്തം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് 120 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 110 കൊടുത്തു, ഇവിടെ ഒരു 130 കൊടുത്തു. നമുക്ക് വശം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്ത് കൊടുത്തു, ഞാനൊരു 5 കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. 5 സെൻറ്റിമീറ്റർ ദാണ്ട് ഇവിടെ ഒരു നീളം വെച്ച് കൊടുത്തു. നല്ലപോലെ മനസ്സിലാക്കണേ, 5 സെൻറ്റിമീറ്റർ. ഇതൊക്കെ ഓക്കെ ആണല്ലോ, കാരണം നമ്മളിത് കുറേ ചെയ്ത n - 2 × 180. അപ്പോൾ നമുക്ക് 720 കിട്ടി. ഈ 720 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ളതാണ് അല്ലേ. അതിനെ നമ്മൾക്ക് ഒരു സൈഡാണ് കാണണമെന്നുണ്ടെങ്കിൽ കേട്ടോ 720/6. ഈ 6 വന്നത് ഹെക്സഗൺ ആയതുകൊണ്ടാണ് 6 വന്നത്. ഇനി പെൻറ്റഗൺ ആയിരുന്നെങ്കിൽ ഇവിടെ 5 ആണേ, ക്വാഡ്രിലേറ്റർ ആയിരുന്നെങ്കിൽ ഇവിടെ 4 ആണേ. അതൊക്കെ അറിയണേ. ഇപ്പോൾ 120 നമുക്ക് ഒരെണ്ണം കിട്ടി. അപ്പോൾ ഇനിയും വേറെ 2 എണ്ണം എന്ന് വെച്ചാൽ വ്യത്യസ്ത കോണുകൾ ആണ് ഇവിടെ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ 120ഉം 110ഉം 130ഉം കൊടുത്തു കേട്ടോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും നോക്കിക്കേ. ഫസ്റ്റ് ഞാനിവിടെ എത്ര കുഞ്ഞുങ്ങളെ 5 സെൻറ്റിമീറ്റർ കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, പൊട്രാക്ടർ എടുത്തിട്ട് നല്ലപോലെ ആലോചിച്ച് എഴുതണം കേട്ടോ. പൊട്രാക്ടർ എടുത്തിട്ട് വേണ്ടേ, പൊട്രാക്ടർ കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്ത എത്ര നോക്കുക, നമുക്ക് 3 എണ്ണം എഴുതാം. 110, 120, 130 കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു 110 എടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ എല്ലാതൊക്കെ നോക്കിയപ്പോൾ കിട്ടുന്നില്ലായിരുന്നു. നോക്കൂ നിങ്ങളെ, ഇവിടെ 110 വേണ്ടേ, 110 അത് പേനയൊക്കെ വെച്ച് വരച്ചോണ്ടാണ്. 110 എടുക്കുക കേട്ടോ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? 110 ആണ്. ഇവിടെ 110 എടുക്കുക. 110 നമ്മൾ സ്കെയിലിലെടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 5, കാരണം ഇവിടെ ഞാൻ 5 എടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഞാൻ 5 സെൻറ്റിമീറ്റർ വരച്ചു. 5 കേട്ടോ. വീണ്ടും പൊട്രാക്ടർ ഇതേ തന്നെ വെക്കുക, കറക്റ്റായിട്ട് വെക്കണം. ഇതേ തന്നെ ഈ സൂര്യൻ്റെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര എടുക്കേണ്ടത്, ഇവിടെ 110 നമ്മളെടുത്തു. ഇനി അടുത്ത 120 എടുക്കുക. എന്നാണ്ട് 120, കാരണം ഒരേ മെഷർ എടുക്കണ്ട എന്നവർ ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. 120 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അന്നേരം ആ 120 വെച്ചിട്ട് തന്നെ സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു. പറയുന്നത് ആദ്യമേ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് എന്തിനാണ് ഈ ഡിഫറൻറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യം അങ്ങനെ ആയി പോയത് കൊണ്ടാണ് കേട്ടോ. ഒരേ വശങ്ങൾ എന്ന് വെച്ചാൽ സ്കെയിലിലെ വശങ്ങളെല്ലാം 5 ആയിരിക്കണം. ഇതെല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന്. നമ്മുടെ ചോദ്യം എന്താണെന്ന് കുഞ്ഞുങ്ങളെ, ഒരു ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. സൈഡുകൾ മീൻസ് വശങ്ങളെല്ലാം ഒരേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുത്ത് വരയ്ക്കുക. പക്ഷേ കോണുകൾ ഡിഫറൻറ്റ് വെച്ചും വരയ്ക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നത് കേട്ടോ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ തന്നെ വേണം, എല്ലാ വശങ്ങളും 5. ഇനി പൊട്രാക്ടർ വീണ്ടും എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ നമ്മളപ്പോൾ എത്ര 120 എടുത്തു, 110 എടുത്തു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ച് വെക്കണം കേട്ടോ. പൊട്രാക്ടർ തിരിച്ച് തന്നെ ഇവിടെ വെച്ചിട്ട്, സാധാരണ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ എടുത്തത്, ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട്, കാരണം ഇങ്ങോട്ട് ഹെക്സഗൺ അല്ലേ വരേണ്ടത്. അതുകൊണ്ട് ഹെക്സഗൺ ആകുമ്പോൾ എങ്ങോട്ടായിരിക്കേണ്ടത്, കണ്ടേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തപ്പോൾ ഇവിടെ ഒരു 130 എടുത്ത് കണ്ടോ. 130 എടുത്തിട്ട് അവിടെ തെറ്റല്ലേ കുഞ്ഞുങ്ങളെ, 130 എടുത്തിട്ട് അവിടെ എന്താ ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തു കണ്ടോ. അങ്ങനെ ഇവിടെയും എന്ത് ചെയ്യുക, എന്താ ഇവിടെയും എത്ര 110, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വരെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് വെച്ചോ. നമുക്ക് ഇവിടെ വരെയും കിട്ടി
കേട്ടോ. ഇനി നമ്മൾ എന്താണെന്നറിയോ, കോമ്പസിൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ദാണ്ട് ഇവിടെ വരെ കിട്ടിയില്ലോ നിങ്ങൾ, ദാണ്ട് ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് കിട്ടിയായിരുന്നു. അതെ, ഇവിടെ വരെ കിട്ടി അല്ലേ, മനസ്സിലായോ? ഇത്രയും കിട്ടിയില്ലേ? ഇനി ഈ കോമ്പസിൽ വെച്ചിട്ട് ഇവിടോട്ടൊരു ആർക്ക് അങ്ങ് വരച്ചാൽ മതി, ദാണ്ട് ഈ ആർക്ക്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് മെഷർ കിട്ടും, എവിടെയാണെന്നുള്ള ആ ഡൗട്ട് മാറും. ഇത് ദാണ്ട് ഇവിടെയും വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, പലരും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നോക്കിക്കേ, കറക്റ്റ് 5 തന്നെ വരുന്ന കണ്ടോണേ, കണ്ടോ 5 തന്നെ വന്നുണ്ടോ, മനസ്സിലായോ? അപ്പം നോക്കുമ്പോൾ എന്താ, വശങ്ങളെല്ലാം 5ആണ്, ഓക്കെ എല്ലാം. പക്ഷേ ആംഗിളുകൾ നമ്മൾ 110 എടുത്തിട്ടുണ്ട്, 120 എടുത്തിട്ടുണ്ട്, 130 എടുത്തിട്ടുണ്ട് അല്ലേ, വ്യത്യസ്ത ആംഗിളുകളാണ്. ഇതേ ഉള്ളൂ. ഇവിടെ വശങ്ങളെല്ലാം 5 സെൻറ്റിമീറ്ററാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നാൽ കോണുകൾ വ്യത്യാസമാണ്. ഓക്കെ ആണോ? ഇത്രയും മാത്രം മതി, അതേ ഉള്ളതിൻ്റെ. അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, കോണുകളെല്ലാം ഒരുപോലെ. ഇനി അടുത്ത അവർ പറഞ്ഞ എന്താ, നിങ്ങൾ കോണുകളെല്ലാം ഒരുപോലെ വരയ്ക്കണം, പക്ഷേ സൈഡുകൾ വ്യത്യസ്തമായിട്ടും വരയ്ക്കാൻ. നേരെ തിരിച്ച് പറഞ്ഞേക്കുക, എന്താ, കോണുകളെല്ലാം എന്താ വ്യത്യസ്തമാക്കുക, അല്ല കോണുകളെല്ലാം ഒരുപോലെയാക്കുക, കോണുകളെല്ലാം ഒരുപോലെയാക്കുക. ഈ സെയിം ഇതിൻ്റെ തന്നെ കോണുകൾ ഒരുപോലെയാക്കിയിട്ട് വശങ്ങൾ വ്യത്യാസമാക്കാൻ. ഒരു തലവേദനയായിട്ട് തോന്നുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു ഷഡ്ഭുജം, ഒരു ഹെക്സഗൺ വരയ്ക്കുക, വശങ്ങളെല്ലാം ഒരുപോലെ ആക്കിയിട്ട് കോണുകൾ വ്യത്യസ്തമാക്കിയിട്ട് വരയ്ക്കാൻ. സൈഡുകളെല്ലാം ഒരുപോലെ വരച്ചിട്ട് അതിനകത്തെ കോണുകൾ വ്യത്യാസമായി വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇത്രയും കിടന്ന് പറവറു എന്ന് പറയുന്നത് ഇല്ലേ? ഒരു തലവേദന പിടിച്ച ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, കോണുകളെല്ലാം ഒരുപോലെ വേണ്ട, അകത്താണ് ഈ കോണുകൾ, ഇതെല്ലാം ഒരുപോലെ വരണം. സൈഡ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്ന. അതായത് നോക്കിക്കേ, കോണുകൾ നമ്മൾ ഈ മുകളിൽ തന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ എത്ര? 120 120 വന്നതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. n-2 ഇൻറ്റു വെച്ച് 6 സൈഡ് ആയതുകൊണ്ട് 6 വെച്ച് ചെയ്ത് 120 വന്ന്. ആ 120 ആ ചോദ്യം തന്നെ അതാണ് താഴെയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മുമ്പ് പറഞ്ഞ പോലെ ഒരേ സൈഡ് വരരുത്, ഒരേ വശങ്ങൾ ഒരുപോലെ വരരുത്. അപ്പോൾ ആദ്യമേ നമ്മളൊരു 3 സെൻറ്റിമീറ്ററുള്ള ഒരു വര വരയ്ക്കുക. എന്താ നിങ്ങളെ, 3 സെൻറ്റിമീറ്ററുള്ള 3 സെൻറ്റിമീറ്റർ. പക്ഷേ ആംഗിളുകൾ തുല്യമായിരിക്കണം കേട്ടോ. ആംഗിള് എത്ര? 120 തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതേ തന്നെ വെക്കുക. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. 120 ഉണ്ടേ, കണ്ടോ? 120 താണ്ടി ഇവിടോട്ട് വരയ്ക്കുക. ഇവിടെ ഒരു കുത്ത് കൊടുക്കുക. എന്നിട്ട് സ്കെയിലെടുക്കുക. സ്കെയിലെടുത്തിട്ട് താണ്ടി മെഷർ വരത്തില്ല, താണ്ടി ഇത് താഴെ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് 3 തന്നെ വരയ്ക്കാം. 3 വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള അത്രയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാം, കാരണം വശങ്ങൾ എത്രയായാലും മതി. അപ്പോൾ ഇവിടെ എന്താ, ഒരു 3 എടുത്ത് ഞാൻ 3 മനസ്സിലാക്കണേ. ഇവിടെ എത്ര? 120, കാരണം അകത്ത് എപ്പോഴും എത്ര? 120 തന്നെ വരാവും. ഇനി അവിടെ വീണ്ടും വെക്കുക. ഇവിടെ വരെയായിരുന്നു, എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ. വീണ്ടും 120 and ഇവിടെ വരും. കണ്ടോ? അവിടെ നിന്ന് വേണേൽ നമുക്ക് ഇച്ചിരി മാറ്റിയൊക്കെ ഇത്ര ഇത് വേണേൽ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം കുഞ്ഞുങ്ങളെ. ഷേപ്പിനൊക്കെ ചെറിയൊരു മാറ്റം വരുമെന്നേ ഉള്ളൂ കേട്ടോ. കാരണം പടം ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മൾ ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഒരു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 3 ഞാൻ 3 സെൻറ്റിമീറ്റർ എടുത്ത് 1 2 3 കണ്ടോ. ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, ഇവിടെ വെച്ചിട്ട് വീണ്ടും ഒരു 120. ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. 120 എന്ത് ചെയ്യും? ഇതാണ്ട് ഇവിടെ വരും. കണ്ടോ? അത് ഇങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ നീട്ടിയൊക്കെ വരയ്ക്കാം. ഞാനൊരു 3.5 സെൻറ്റിമീറ്റർ എടുത്താണ് ഇവിടെ വരച്ച കേട്ടോ. ഇനി ഇവിടെ പ്രൊട്രാക്ടർ വീണ്ടും വെക്കുക. ഈ എവിടെ വന്നാണോ നിൽക്കുന്നത് അവിടെ വീണ്ടും വെക്കണം കേട്ടോ. എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇവിടെ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അതൊരു 3 എടുത്തു. പിന്നെ ഇവിടെ വെക്കുമ്പോഴും ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം നമ്മളെടുത്ത 120. ഇവിടെ 120, ഇവിടെ 120 എടുത്തത്, ഇവിടെ 120 എടുത്തത്, ഇവിടെ 120 എടുത്തത്, ഇവിടെ 120 എടുത്തത്. കണ്ടോ? അകമെല്ലാം എന്താ? 120 എടുത്തത്.
സംശയം മാറിയോ? ആദ്യം നമ്മൾ ചെയ്തത് വശങ്ങളെല്ലാം ഒരുപോലെയും ആംഗിളുകൾ ഡിഫറൻസുമാണ്. ഓക്കെ ആണോ നിങ്ങളെ? അത് മനസ്സിലാക്കി പോണേ കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ ഷേപ്പിനൊക്കെ ചിലപ്പോൾ മാറ്റമൊക്കെ വരും. നിങ്ങൾ ഇനിയിപ്പോൾ എടുത്ത അളവ് 5 സെൻറ്റിമീറ്റർ ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല. ഇത് നോക്കിയേ ആംഗിൾ. ഇനി നിങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് നീങ്ങുവന്നേ ഉള്ളൂ കേട്ടോ. ഷേപ്പിനൊരു മാറ്റം വരുവന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആംഗിളുകളെല്ലാം 120 ആയിരിക്കണം കേട്ടോ. ഷേപ്പ് ഇച്ചിരി ചരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരിക്കും കുഞ്ഞുങ്ങൾ, ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ ഒക്കെ ഇരിക്കും. പക്ഷേ ആംഗിൾ എത്ര ആയിരിക്കണം? 120 തന്നെ ആയിരിക്കണം കേട്ടോ. അത് നല്ലപോലെ നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലെ കണക്ക്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ എക്സസൈസ്, രണ്ടാമത്തെ മൂലകളെല്ലാം വൃത്തത്തിലായ ഒരു സമഷഡ്ഭുജമാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം വൃത്തത്തിൻ്റെ ആരത്തിന് തുല്യമാണെന്ന് തെളിയിക്കുക. വൃത്തം തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് പേടിക്കേണ്ട കുഞ്ഞുങ്ങളെ, സർക്കിൾ ഇട്ട് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. ദ പിക്ചർ ഷോ എ റെഗുലർ ഹെക്സഗൺ വിത്ത് വെർട്ടിസസ് ഓഫ് എ സർക്കിൾ. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നോക്കാം. ആദ്യമേ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതിന് മുമ്പേ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്ര എന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. ഒരു സർക്കിൾ എന്ന് വെച്ചാൽ എത്ര? ഒരു സർക്കിളിൻ്റെ മെഷർ ഓഫ് സർക്കിൾ. ഒരു സർക്കിളിൻ്റെ മെഷർ എപ്പോഴും 360 ഡിഗ്രിയാണ് കേട്ടോ. ഞാൻ എല്ലാം അതിൻ്റെ വലത്തുവശത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 360 ഓക്കെ ആണോ? അതിന് സംശയമില്ലല്ലോ, ഉണ്ടാവും നിങ്ങളെ. 360 ഇനി അല്ലെങ്കിൽ ആംഗിൾ ഓഫ് സർക്കിൾ എന്ന് വേണേ പറയാം. ഇനി ഇതിനകത്തിൽ എത്ര 360 ഇതിനകത്തിൽ എത്ര വശങ്ങളുണ്ട്? 1 2 3 4 5 6 അല്ലേ? 6. ചോദ്യം നല്ലപോലെ നോക്കണേ. മൂലകളെല്ലാം വൃത്തത്തിലായ ഒരു സമഷഡ്ഭുജം വരയ്ക്കുക. അപ്പം നമ്മൾ ആദ്യമേ ഒരു സമഷഡ്ഭുജം വരയ്ക്കാൻ കുഞ്ഞുങ്ങളെ, ആദ്യമേ നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക കേട്ടോ. ആദ്യമേ എന്ത് ചെയ്യുക? കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലൊരു കോമ്പസ് എടുത്തിട്ട്, കോമ്പസും പെൻസിലും എടുത്തിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഈ സർക്കിളിൻ്റെ പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 360 ആവും നിങ്ങളെ. ഈ 360 എന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞ ഷഡ്ഭുജം വരയ്ക്കാനാണ്. ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ. ഷഡ്ഭുജം എന്ന് വെച്ചാൽ എത്ര? 6 അല്ലേ? ഹെക്സഗൺ ഓക്കെ 6 ആണ്. അപ്പോൾ ആ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതാ? സർക്കിൾ ആയതുകൊണ്ട് 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 6 6 36. അപ്പോൾ 60 വരും നമുക്ക്. 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 60 വരും കേട്ടോ. ആ 60 വെച്ച് പ്രൊട്രാക്ടറിൽ ചെയ്യണം. പ്രൊട്രാക്ടർ എടുക്കുക, സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ സെൻറ്ററിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ആദ്യമേ ഒരെണ്ണം വരച്ച് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് അത് ഡൗട്ടാണെങ്കിൽ ഞാൻ ഒരെണ്ണം വരച്ച് കാണിക്കുന്നത്. ഡൗട്ടൊന്നും വെച്ചേക്കണ്ട. ഫസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. എന്തുവാണെന്നറിയോ? ഈ ആടുന്നത് എപ്പോഴും കോമ്പസിനേക്കാൾ ചെറിയ പെൻസിലേ ഇടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രമണം അടിക്കും കേട്ടോ. കാരണം നമ്മൾ കൈ അനങ്ങുമ്പോൾ അത് അനങ്ങും. എന്നിട്ട് ചെയ്യേണ്ട എന്താ? അതിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മളൊരു വര വരയ്ക്കുക. ഫസ്റ്റ് എളുപ്പ വഴി പറഞ്ഞുതരാം. സെൻറ്ററിൽ നിന്നൊരു വര വരയ്ക്കുക. പ്രൊട്രാക്ടർ ആ സെൻറ്ററിൽ വെച്ചിട്ട് കണ്ടോ? അതായത് 360 സർക്കിൾ. അതിനെ നമ്മൾ എത്ര ഹെക്സഗണാണ് ചോദിച്ചത്? അപ്പോൾ 6. അപ്പോൾ 60. ചോദ്യം എന്താണെന്ന് നോക്കുക, എഴുതുക, അത്രയേ ഉള്ളൂ. ഹെക്സഗൺ ചോദിച്ചത് കൊണ്ട് 60. പെൻറ്റഗൺ ആണെങ്കിൽ 5 വെച്ച്, ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ 4 വെച്ച് കേട്ടോ. ഡെക്കഗൺ ആണെങ്കിൽ 10 വെച്ച്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് മുതൽ പറയുന്നത്. അപ്പോൾ ഇവിടെ 60 വന്നതിന് സംശയമില്ലല്ലോ. ആ 60 എടുക്കുക. എന്നാണ്ടോ ഫസ്റ്റ് ഇവിടെ തൊട്ടിട്ട് ഇവിടെ നിന്നാണ് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. വീണ്ടും അതേ തന്നെ വേണം വെക്കാൻ. 60 താപ്പോട്ട്. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും ഇതേ തന്നെ വെക്കുക. 60 കണ്ടോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി ഈ പടം കണ്ടപ്പം? അതായത് 6 നിങ്ങളെ. ഇതിനൊരു എളുപ്പവഴി ഇത് അറിയാതാണ്ടേ. ഇതിനെ ഇങ്ങോട്ടും ഇതിനെ കണ്ടോ? ഇത്രയേ ഉള്ളൂ കണ്ടോ? ഇനി ഇതിനെ എന്തോ ചെയ്യുക? നമ്മൾ ഹെക്സഗൺ ആക്കണം. കാരണം ഇത് എന്താ സർക്കിളിനകത്ത് കിടക്കുമല്ലേ, വൃത്തത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഹെക്സഗൺ ആക്കണം. അതായത് ഇതിനെ കണ്ട കോണോട് കോണ് യോജിപ്പിക്കണം, എങ്കിലേ ഹെക്സഗൺ ആവും.
കണ്ടോ, ഹെക്സഗൺ. ഇതാണ്. ഇനി എന്താ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്? ഇത് ചെയ്യാൻ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര? 60. ഇവിടെ എത്ര? 60. ഇവിടെ 60. ഇവിടെ 60. ഇവിടെ 60. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു എളുപ്പ വഴി ഞാൻ ഇത്രയും ചെയ്തപ്പോൾ പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്താൽ. കാരണം 8 എണ്ണം ആക്കണമെങ്കിൽ 60 വെച്ച്, അത് നമ്മൾ കുറേ ഞങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാവും. നിങ്ങളെ 1 2 3 4 5 6 60 × 60 360. അതുകൊണ്ട് 6 എണ്ണം അങ്ങനെയൊക്കെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ഇനി ആയാലും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. ഒന്നുകിൽ PQR എന്നോ അല്ലെങ്കിൽ ഇതിന് മൊത്തം പേര് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിനെ ABC എന്ന് പേര് കൊടുത്തു. നല്ലപോലെ മനസ്സിലാക്കണേ, ABC. അപ്പോൾ നമുക്ക് 60 കിട്ടിയതിന് സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ നോക്കിക്കേ, ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന എല്ലാം എന്താ? ഇതെല്ലാം റേഡിയസ് ആണ്, ആരമാണ്. ഈ സർക്കിളിൻ്റെ ആരം അല്ലെ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, CA എന്ന് പറയുന്നതും CB എന്ന് പറയുന്നതും എന്താവും നിങ്ങളെ? ഇവിടെ റേഡിയസ് അല്ലെങ്കിൽ ആരമാണ് അല്ലേ. ACയുടെ കൂട്ട് തന്നെയല്ലേ BCയും. അപ്പം നമുക്കതിനെ എഴുതാം ACക്ക് ഈക്വലാണ് BC. കാരണം അത് രണ്ടും റേഡിയസ് ഓഫ് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സെൻറ്ററിൽ നിന്നും ഈ പോകുന്നതും ഇതെല്ലാം എന്താ? അപ്പോൾ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇതെന്താ? റെഗുലർ ഷഡ്ഭുജമല്ലേ. റെഗുലർ ഹെക്സഗൺ ആയപ്പോൾ ഒരെണ്ണം കിട്ടിയാൽ ബാക്കിയുള്ളതും അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഇത് മാത്രം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം എന്താണോ ആൻസർ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ എല്ലാം. അപ്പോൾ ഒരെണ്ണം ചെയ്യാം. ഇവിടെ നോക്കിയേ, സെൻറ്ററിൽ നിന്നും വരുന്ന ഈ രണ്ടെണ്ണവും അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. റേഡിയസ് സെൻറ്ററിൽ നിന്നും വരുന്നത് കേട്ടോ. അപ്പം ഇത് രണ്ടും എന്താ? പേര് നോക്കിക്കേ, ACയും BCയും ഇതിൻ്റെ റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. ഇനി നോക്കൂ നിങ്ങളെ, ഇത് രണ്ടും ഒരുപോലെയല്ലേ. ഇത് രണ്ടും ഒരുപോലെ വരുന്നതിനെ നമ്മളൊരു പേര് പറയാറുണ്ട്. എന്തോന്നറിയോ? ഒരു സർക്കിളിൻ്റെ രണ്ട് വശങ്ങളും ഒരുപോലെയാണെങ്കിൽ അതിനെ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് അല്ലേ. സമപാർശ്വ ത്രികോണം എന്നാണ് പറയുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ സമപാർശ്വ ത്രികോണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് രണ്ട് വശം ഒരുപോലെ വന്നത്? രണ്ടും സെൻറ്ററിൽ നിന്ന് പോകുന്ന രണ്ട് വരെയല്ലേ, ഇല്ലയോ? ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇത് 2 പോയിൻറ്റുകളും ഓക്കെ ആണോ? ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ നോക്കിയേ, നമുക്ക് ഈ രണ്ട് വശങ്ങളും ഒരുപോലെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് പറഞ്ഞുകൂടെയോ CABക്ക് ഈക്വലാണ് CBA എന്ന്, ഇല്ലയോ? ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ? ഈ സിയിൽ നിന്നും ഈ CABക്ക് ഈക്വലാണ് CBA കേട്ടോ. അതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ ആംഗിൾ C നമുക്ക് കിട്ടിയായിരുന്നു 60 ആണെന്നും അതും കിട്ടി. അപ്പോൾ 1 2 3 4 ഈ സ്റ്റെപ്പ് നല്ലപോലെ കണ്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നതിന് ആ മാർഗ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് ഓർത്തോണേ, ഇങ്ങനെയുള്ള സ്റ്റെപ്പിനാണ് മാർഗ്. ഇതൊക്കെ ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഓരോന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, ഇതെങ്ങനെ വന്നു എന്നൊക്കെ. നമ്മളിവിടെ മുതലാണ് ഇതിൻ്റെ അറിയേണ്ടത് കേട്ടോ. മെഷർ ഓഫ് സർക്കിൾ ഇവിടെയൊക്കെ അറിയേണ്ടത്, ചെയ്യേണ്ട ആൻസർ. അപ്പോൾ നമുക്ക് ഒരു വശം കിട്ടി. ഇത് ഐസോസെലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ രണ്ട് വശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? അതെങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ ഒന്ന് പറഞ്ഞു എന്താ? CABക്ക് ഈക്വലാണ് CBA എന്ന് നമ്മൾ പറഞ്ഞു. ആംഗിൾ C നമുക്ക് കിട്ടി. ഇനി എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ഇത് നോക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ പഠിക്കാൻ കുഞ്ഞുങ്ങളെ. ഒരു വശം നമുക്കുണ്ട്, നോക്കിക്കേ, ABC ഇങ്ങനെ പഠിച്ചാൽ എൻ്റെ നേരത്തെയൊക്കെ ലിങ്ക് കണ്ടവർക്കറിയാം. ഇതൊന്നും അറിയണേ. ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയുടെ കൂട്ടുമ്പോൾ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ തങ്ങളിൽ കൂട്ടുമ്പോൾ, അല്ല 3 ആംഗിളുകൾ, വശമല്ല ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ഇതൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരുന്നതാണ്. 180 വരണം. അപ്പോൾ നമുക്ക് ആംഗിൾ A ഒന്നുമില്ല, ആംഗിൾ B ഒന്നുമില്ല, ആംഗിൾ C 60 ഉണ്ട്, അപ്പോൾ 180. ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസിക്കൽ ടു ഇത് രണ്ടും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 180 മൈനസ് 60 എന്ന് വെച്ചാൽ ഈ പ്ലസ് 60 ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് 60 വന്നത് എന്തുകൊണ്ടാണ്? ഈ പ്ലസ് 60 ഇപ്പുറത്ത് കിടക്കുന്നതല്ലേ, അതിനെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പം സമത്തിന് ഇപ്പുറം കൊണ്ടുവന്നപ്പോൾ അത് മൈനസ് 60 അപ്പോൾ 180 നിന്ന് 60 പോയാൽ 120 പിടികിട്ടി എങ്ങനെയാണെന്ന്? അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ 60 അല്ലേ. ഇപ്പോൾ ഇത് രണ്ടും എന്താ? അപ്പോൾ ഒരേപോലെ തുല്യമായിട്ട് അങ്ങ് വീതിച്ചു കൊടുത്താൽ, കാരണം ഇവിടെ രണ്ടും ഒരുപോലത്തെയാണ്, തുല്യമായിട്ട്. അപ്പോൾ 180 നിന്ന് 60 പോയാൽ 120. അപ്പോൾ ഇവിടെ എത്രയാണ്? 60ഉം 60ഉം ആയിരിക്കും എന്നൊന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ അപ്പോൾ നോക്കുന്നില്ല, 120. ആ 120നെ 2 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ എത്ര വരും? 60ഉം 60ഉം. ആംഗിൾ A 60, ആംഗിൾ B 60, ആംഗിൾ C നോക്കിയാൽ 3 എണ്ണം ഒരുപോലെ 60
വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയാം. ഇത് നല്ലതുപോലെ ഒന്ന് അറിയണേ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയാം. ഇത് നല്ലതുപോലെ അറിയണം കേട്ടോ. അതായത് ഒരു വൃത്തം വരച്ചിട്ട് അതിനകത്തൊരു ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം വരയ്ക്കുക. ഇത് വരയ്ക്കാൻ എങ്ങനെയാണെന്ന് ആദ്യമേ സർക്കിൾ വരയ്ക്കുക, പിന്നെ നമ്മൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അതിൽ വെച്ചിട്ട് എത്ര ഡിഗ്രിയാണ്? നമുക്ക് 360, സർക്കിൾ ആയതുകൊണ്ടാണ് 360 വന്നത്. 6 ഭാഗമായിട്ട് മുറിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ 6 ഇട്ട് ചെയ്തത്. അപ്പോൾ 60 വന്നു. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് 60 എന്നും ചെയ്യുക. പിന്നെ ഇത് ഓരോന്നും മനസ്സിലാക്കി എഴുതണം. മനസ്സിലാക്കി വേണം എഴുതണം. നമുക്ക് കിട്ടിയപ്പോൾ 3 എണ്ണം ഒരുപോലെ വന്നതുകൊണ്ട് അതിനെ നമ്മൾ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമായി എന്നതാണ്. ഓക്കെ ആണോ? രണ്ടാമത്തെ അതുപോലെ തന്നെ നിങ്ങളെ അടുത്ത മൂന്നാമത്തെ, അതൊരു ചെറിയ ഓർമ്മമാണ്. വശങ്ങളുടെ നീളം 3 സമാഷ്ടഭുജം. അഷ്ടം എന്ന് വെച്ചാൽ എത്ര? 8. സമാഷ്ടഭുജം വരയ്ക്കുക. ഡ്രോ എ റെഗുലറാണ്, എല്ലാം റെഗുലറാണ്. റെഗുലർ ഒക്ടഗൺ 8 സൈഡ് ഓഫ് സൈഡ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 8 സമാഷ്ടഭുജം എന്നാണ് പറഞ്ഞത്. അഷ്ടം എന്ന് വെച്ചാൽ എത്ര? നിങ്ങളെ 8 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ 8 ആണെങ്കിൽ അതിൻ്റെ വശവും എത്ര? 8 ആയിരിക്കും അല്ലേ? ഏതൊരു റെഗുലർ പോളിഗണിൻ്റെയും വശങ്ങൾ എത്ര ആണോ അത്രയും തന്നെയായിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്ലൂ ഞാൻ എഴുതി വെച്ചേക്കുക കേട്ടോ. ഒക്ടഗൺ എന്ന് വെച്ചാൽ 8, അത് 8 ആംഗിളും എന്തായിരിക്കും? 8 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ വശങ്ങൾ ഇവിടെ നമുക്ക് എത്ര? 3 തന്നിട്ടുണ്ട്. കോണുകളുടെ തുക കാണാൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കോണുകളുടെ തുക കാണാൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് പഠിക്കുക കേട്ടോ. പഠിച്ചിട്ട് റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിനെ എത്ര വശമാണോ നമ്മളോട് ചോദിച്ചാൽ അത് മൈനസ് ചെയ്യുക. ഇവിടെ മനസ്സിലായില്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ അഷ്ടഭുജം അല്ലേ ചോദിച്ചത്. അപ്പോൾ 1 2 3 4, അതായത് 1 2 3 4 5 6. അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമ്മുടെ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. വശങ്ങളുടെ നീളം 3 സമാഷ്ടഭുജമാണ് കേട്ടോ. അഷ്ടഭുജമാണ്. അഷ്ടം എന്ന് വെച്ചാൽ 8 എണ്ണമാണ് കേട്ടോ. ഒക്ടഗൺ, റെഗുലർ ഒക്ടഗൺ ആണ്. 8 സൈഡ് എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 8 സൈഡ് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തോണം, ഒക്ടഗൺ 8. അതിൻ്റെ സൈഡ് 8 ആണെങ്കിൽ അതിൻ്റെ ആംഗിളും 8 ആയിരിക്കുമെന്ന് ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈക്വേഷൻ നമുക്കറിയാമല്ലേ, സം ഓഫ് ദ ആംഗിൾ എത്ര? n-2 × 180 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 1080 കിട്ടി. അതിന് സംശയമൊന്നുമില്ലല്ലോ, 1080 കിട്ടി. അപ്പം നോക്കിയേ, ആ 1080-നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെഗുലർ പോളിഗൺ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ഏതിൻ്റെ ആയാലും നമ്മൾ ആ ബൈ എത്ര സൈഡാണോ തരുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണമെന്ന് അല്ലേ? ഇവിടെ എത്ര നിങ്ങളെ? 8 അല്ലേ? 8 ആയപ്പം 1080 ഡിവൈഡ് 8 135. അപ്പോൾ ആ 135 വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു റെഗുലർ ഹെക്സഗൺ വരച്ച് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം, നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ സ്കെയിലിൽ എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ താഴെ ഒരു വര കൊടുക്കുക. കാണാൻ പറ്റുമല്ലോ, 3 സെൻറ്റിമീറ്റർ കാണാമേ? ആ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് പ്രൊട്രാക്ടർ അതിൻ്റെ സൂര്യനാ അതിൻ്റെ ഈ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കുത്തു കൊടുത്തു, എന്നിട്ട് ആ സൂര്യൻ്റെ അതിൽ തന്നെ കൊടുത്തിട്ട് എത്ര? 135 കൊടുക്കുക. ഇവിടെ വരും. എന്നിട്ട് അതിന് നേരെ 3 സെൻറ്റിമീറ്റർ കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കുക. സ്കെയിലെടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ കേട്ടോ. വീണ്ടും അതേ തന്നെ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെക്കുന്ന തിരിഞ്ഞു പോലെ നിങ്ങൾ എവിടെയാണോ നമ്മൾ അവസാനിക്കുന്നത് അവിടെ ആ സൂര്യൻ്റെ ഇത് കൊണ്ട് വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന ഈ കണക്ക് കേട്ടോ. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുക? 135 എടുക്കുക കണ്ടോ. എല്ലാം 135 വെച്ചാണ്. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കുക. കാരണം നമ്മളുടെ ക്വസ്റ്റ്യനിൽ 3 സെൻറ്റിമീറ്റർ പറഞ്ഞുകൊണ്ട് 3. വീണ്ടും അവിടെ തന്നെ പ്രൊട്രാക്ടർ വെക്കുന്ന എവിടെയാണെന്ന് ഞാനിപ്പോൾ ഒത്തിരിയും പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. കണ്ടോ 135. എല്ലാം ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ആ 3 സെൻറ്റിമീറ്റർ ആ കുത്തേ വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പ്രൊട്രാക്ടറിൻ്റെ മെഷർ വെച്ചിട്ട് കുത്തണം. ഇവിടെ അല്ലേ ആ കുത്ത് വന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ആ 3 സെൻറ്റിമീറ്റർ വീണ്ടും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരും. അങ്ങനെ കറങ്ങി നിങ്ങൾ ചെയ്ത് വേണേ പഠിക്കാൻ. 3 ഇവിടെ എടുത്തു. വീണ്ടും പ്രൊട്രാക്ടർ വെക്കുന്നത് അറിയാവേ? ഒന്നുകൂടെ ഞാൻ പറയാം. ഈ നമ്മൾ എവിടെയാണോ വന്ന് നിർത്തിയത് അവിടെ വേണം വെക്കാൻ.
നോക്കിയാൽ 135 ഇടയ്ക്ക് തന്നെ ഇവിടെ വരും 135. അപ്പോൾ അതിന് നേരെ സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ ഈ കുത്തിൻ്റെ അവിടെ നമ്മുടെ സ്കെയിൽ വെക്കുക, കണ്ടോ? എന്നിട്ട് 3 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട്, കണ്ടോ? അങ്ങനെ എല്ലാം നമുക്ക് കിട്ടും. ഇവിടെ ഇങ്ങോട്ട് കിട്ടുന്നില്ലെന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ, കാരണം പ്രൊട്രാക്ടർ വെക്കുന്ന കറക്റ്റ് ആയിരിക്കണം. 3 സെൻറ്റിമീറ്റർ കണ്ടോ? അല്ലാതെ നമുക്ക് വരച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കി. ഇവിടെയും 135, ഇവിടെയും 135, 135 എല്ലായിടവും കറക്റ്റായിട്ട് കിട്ടും. 135 വെച്ച് 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ വശങ്ങളെല്ലാം കറക്റ്റ്. ആദ്യം നമ്മുടെ ഇപ്പോൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വശങ്ങളെല്ലാം ഒരുപോലെയും ആംഗിളുകളെല്ലാം ഡിഫറൻറ്റുമായതായിരുന്നു കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് ആംഗിളുകളെല്ലാം ഒരുപോലെ വന്നിട്ട് വശങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടായിരുന്നു രണ്ടാമത്തെ പടം. ഇത് മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 3 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോടൊരു 8 സൈഡുള്ള ഒരു സമാഷ്ടഭുജം അല്ലെങ്കിൽ ഒക്ടഗൺ വരയ്ക്കാനാ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സെൻറ്റർ എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ സെൻറ്റർ സർക്കിൾ വരച്ചില്ലല്ലോ, അപ്പോൾ സെൻറ്റർ വേണ്ട. 3 സെൻറ്റിമീറ്റർ ഒന്ന് എടുക്കുക. പ്രൊട്രാക്ടർ വെക്കുന്നത് അറിഞ്ഞാൽ മതി കുഞ്ഞുങ്ങളെ, ഈ കണക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സൂര്യൻ്റെ ഒരു പടം, അത് എല്ലാവർക്കും സൂര്യൻ കാണത്തില്ല, എല്ലാവർക്കും ഇനി ചന്ദ്രനായിരിക്കും ഇല്ലേ. അതിൻ്റെ 100 എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം എടുക്കാൻ കേട്ടോ. 135 ഓക്കെ ആണല്ലോ? അതും ഓക്കെ ആണല്ലോ? ഓരോ പടത്തിൻ്റെയും വ്യത്യാസം എന്തോന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ ഒരു 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുത്തത് അല്ലേ. ഇവിടെയും 3 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ചെയ്തത് വശങ്ങളെല്ലാം ഒരുപോലെ, ആംഗിളുകളെല്ലാം വ്യത്യാസം. രണ്ടാമത് നമ്മൾ ചെയ്തത് ആംഗിളുകളെല്ലാം ഒരുപോലെ, വശങ്ങളെല്ലാം വ്യത്യാസം. ഇത് നോക്കിയേ, വശങ്ങളും ആംഗിളുകളും ഒരുപോലെ വരുന്നത് എങ്ങനെയാണെന്ന് അത് നമ്മളിപ്പോൾ ചെയ്തത്. എല്ലാ വശവും 3 അല്ലേ എടുത്തത്, എല്ലായിടവും 135 അല്ലേ എടുത്തത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അടുത്തതിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണുമല്ലോ. നോക്കിയേ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചിട്ട് നോക്കിയേ, ഇനി നമ്മൾ വൃത്തം 3 സെൻറ്റിമീറ്റർ, മറ്റേത് നമ്മൾ നേരെ അല്ലാതെ വരയ്ക്കുമായിരുന്നു അല്ലേ. ഇനി സർക്കിൾ വരച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എത്ര ഇവിടെ വരയ്ക്കേണ്ടത്, സാഷ്ടഭുജമല്ല സമാഷ്ടഭുജമല്ലേ, സമാഷ്ടഭുജം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ റെഗുലർ ഒക്ടഗൺ. ഇപ്പം നമ്മൾ വരച്ചില്ലേ 8 എണ്ണം ഉള്ളത് അല്ലേ, 8 വശം ഉള്ളതിൻ്റെ വൃത്തം വെച്ച് വരയ്ക്കാം. ഞാനത് വരച്ച് കാണിക്കാം. അതായത് നമ്മളോട് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 വേണം എടുക്കാൻ. അപ്പോൾ സ്കെയിൽ എടുക്കുക, 3 സെൻറ്റിമീറ്റർ എടുക്കുക. 3 കറക്റ്റ് എടുക്കണേ, കണ്ടോ 3 കാണാൻ പറ്റുന്നുണ്ടല്ലോ. 3 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് സ്കെയിൽ അനക്കരുത്, കോമ്പസ് അനക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. കോമ്പസ് പെൻസിൽ വലുതാണെങ്കിൽ നമ്മുടെ സർക്കിളിന് മാറ്റം വരും കേട്ടോ. ചെറിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലേ. ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക കുഞ്ഞുങ്ങളെ, വൃത്തം 3 സെൻറ്റിമീറ്റർ ആണേ. ഓക്കെ, ഏതാണ്ട് ഞാൻ നേരത്തെ ഒരു 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇതിന് ചെറിയ അല്ലെ ഞാൻ വരച്ച് കാണിക്കാം. 3 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര, സമാഷ്ടഭുജമാണ് അല്ലേ. അപ്പോൾ എത്ര, 8 ആണ്. 8 ആയപ്പോൾ എന്താ, ഒക്ടഗൺ ആകുമ്പോൾ എന്താ കുഞ്ഞുങ്ങളെ, വൃത്തം വരച്ചത്. വൃത്തം അല്ലേ, സർക്കിൾ എന്ന് കേൾക്കുമ്പോഴേ 360. എത്ര ഏതാണെന്ന് നമ്മളോട് നോക്കുക. നമ്മൾ ഒക്ടഗൺ ആണെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഹെക്സഗൺ ആണെങ്കിൽ 6. ആ ഒരു ക്ലൂ പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഇനിയിപ്പോൾ ഏത് കണക്ക് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം വായിക്കുക, വൃത്തം വരച്ചിട്ട് വരയ്ക്കാനാണോ അതോ അല്ലാതെ സ്കെയിൽ വെച്ച് വരയ്ക്കാനാണോ, അത് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. പിന്നെ എത്ര സൈഡാണെന്ന് ചോദിക്കുക. ഒക്ടഗൺ ആദ്യത്തെ ഫസ്റ്റ് ലിങ്ക് കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ഹെക്സഗൺ ആണെങ്കിൽ 6 ആണ്, ഇവിടെ ഒക്ടഗൺ ആണ്, അതുകൊണ്ട് 8 സൈഡാണ്. അപ്പോൾ എത്ര ആണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക ബൈ 8 അല്ലേ. 360നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 4 8 32, ശിഷ്ടം 4, 5 4 അല്ല 5 8 40. അപ്പം നമുക്ക് 45 വരുന്നത്. 45 ഡിഗ്രി വെച്ച് വരയ്ക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് തന്നെ ഇങ്ങനെ വരച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക. പിന്നെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് വെക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അതുകൊണ്ട് ഇവിടെ തന്നെ അതിൽ തന്നെ വെക്കണം കണ്ടോ. എന്നിട്ട് 45 കണ്ടോ, 40നും 50നും ഇടയ്ക്കുള്ള വലിയ വരയാണ് 45. 40നും 50നും ഇടയ്ക്കുള്ള വലിയ വരയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസ് ഇങ്ങനെ ഈ കുത്ത് അവിടെ കിടക്കുന്നതിന് നേരെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. മനസ്സിലായോ? ഇനി അഷ്ടമെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓർത്തോണം എന്താണെന്നറിയോ, അഷ്ടം 8 ആണ്. 8 കേൾക്കുമ്പോഴേ ദാണ്ട് ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ കിട്ടിയാൽ 3 എണ്ണത്തിൻ്റെ കിട്ടിയാൽ അതുകൊണ്ട് ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അത് താപ്പോട്ടുള്ളതായിരിക്കും കുഞ്ഞുങ്ങൾ കേട്ടോ. അതൊക്കെ ആ ക്ലൂ അങ്ങ് പഠിച്ച് വെച്ചേനെ. അപ്പോൾ നിങ്ങൾക്ക് സമയലാഭം ചെയ്യാനും ലാഭം കേട്ടോ. ഒരു സർക്കിളിൻ്റെ അഷ്ടമെന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം എന്താ ഇതായിരിക്കും സംഭവം എന്ന് കേട്ടോ. അപ്പം നമ്മൾ എന്തോ ചെയ്യണം, ഇതിനെല്ലാം എന്ത് കൊടുക്കണം, ഇതിൻ്റെ വശങ്ങൾ, കാരണം ഇതിനെ
ബഹുഭുജമാക്കണ്ടായോ? കണ്ടോ, ബഹുഭുജമാക്കുക. 8 വശങ്ങൾ, റേഡിയസ് 3 മീൻസ് റേഡിയസ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ആണ്. അതായത് 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്താണ് നമ്മളൊരു സർക്കിൾ വരച്ചത്. എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക, 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 45 കിട്ടി. ആ കോമ്പസിൽ എടുക്കുമ്പോൾ 45 ഇവിടെ വരും കുഞ്ഞുങ്ങളെ, ഇത് 45 അതേ തന്നെ വീണ്ടും പ്രൊട്രാക്ടർ വെക്കുമ്പോൾ നമുക്ക് എന്താ, ഇങ്ങനെ കിട്ടും, നേരെ കിട്ടും, അതും 45 വീണ്ടും പ്രൊട്രാക്ടർ അതേ വെച്ചിട്ട് 45 അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. കണ്ടോ? എന്നിട്ട് വീണ്ടും ചെയ്യുമ്പോഴോ നമുക്ക് ഇങ്ങനെ കിട്ടും, വീണ്ടും 45 ചെയ്യുമ്പോഴോ ഇങ്ങനെ കിട്ടും, വീണ്ടും ചെയ്യുമ്പോൾ നേരെ. കേട്ടോ? അതായത് ഇങ്ങനെ അഷ്ടഭുജം വരുമെന്ന്. ഇതാ സംഭവം. ഓക്കെ ആണോ?